എന്നിട്ട് ഞാൻ ധനുവിനെ ഡ്രോണ് പഠിപ്പിക്കാൻ പോകും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സ്ഥിതിന്ന്, അവൾ പഠിക്കോ ഇല്ലയോ എന്നൊക്കെ. പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോണ്. ഞാൻ എന്തായാലും അവളുടെ കയ്യിലിട്ട് കൊടുക്കാം. കമാൺ. നമ്മുടെ കയ്യിലുള്ള ഡ്രോണ് DJIൻ്റെ മിനി 3 Pro ആണ്. ഇത് നമ്മളൊരു ഫ്ലൈമോർ കിറ്റ് മേടിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര സാധനങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ RC. ഇതിലാണ് നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ ഡ്രോൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രോണ് മിനി 3 Pro. ചെറിയ ഡ്രോണാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു 2 ബാറ്ററിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട്. ഇത്ര സാധനമാണ് ഈ ഒരു കിറ്റിലുള്ളത്. എന്നാൽ തുടങ്ങിക്കോ. ഡ്രോൺ എടുക്കുക, ഓൺ ആക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതെന്താ സാധനം? എന്താ? റിമോട്ട് കൺട്രോളർ. ഇതാണ് കൺട്രോളർ. അതിൽ ഇടുന്നെന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഡ്രോൺ എടുത്തു. ഓക്കെ, ഈ ഡ്രോണിൻ്റെ ഇതുണ്ടോ, മുമ്പിലൊരു ക്യാപ്പുണ്ട് നമ്മുടെ ക്യാമറ വരുന്നതിൻ്റെ അവിടെ. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഡ്രോണ് പറത്തുന്നതിന് മുമ്പ് ഇതെല്ലാം റെഡിയായി മാറ്റണം. അതൊന്ന് മാറ്റിക്ക്. മാറ്റുമ്പോൾ നോക്കണം അതിൻ്റെ ഗിംബലിനൊന്നും പറ്റാൻ പാടില്ല. ഇനി അത് ഓണാക്ക്. ഓണാക്കല്ല, അതിൻ്റെ ചിറകൊക്കെ നമുക്ക് വിരിച്ചെടുക്കണം. ചെയ്യ്. തിരിക്കലാണോ? അല്ല, ഈ മുകളിൽ 2 എണ്ണം ഈ വിങ്സ് സൈഡിലിട്ടും ഇതും സൈഡിലിട്ടും, അടിയിലുള്ളത് ഇങ്ങനെ റൗണ്ടായിട്ട് എടുക്കുകയും ചെയ്യണം. അതൊന്ന് തുറന്നേ. ഓക്കെ, ഇനി അത് തിരിച്ച് പിടിച്ചിട്ട് അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഈ ഒരു സംഭവം അതിൻ്റെ മുകളിൽ വരരുത്. അവിടെ പിടിച്ച് ഒരിക്കലും എടുക്കരുത്. ഇത് വളരെ എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു പങ്ക് ഇതിനെന്താ പറയുക, അത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഇങ്ങനെ വരുമ്പം ഇത് പൊന്തിക്കരുത്, ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് മാറ്റി വെച്ചിട്ട് വേണം ഓരോന്നും പൊന്തിക്കാൻ. അങ്ങനെ തന്നെ ആക്കണം. കണ്ടോ, ഇങ്ങനെയാണ് അത് താഴത്തെ നമ്മൾ പൊന്തിച്ചെടുക്കുന്നത്. ഓക്കെ, തിരിച്ച് കാണിച്ചു കൊടുക്കും ഇങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണ് സെറ്റാക്കിയിട്ടുണ്ട്. ഓണാക്കുന്നതിന് ഇതിൻ്റെ മുകളിലൊരു സ്വിച്ച് ഉണ്ട്. അതിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് ഞെക്കണം. അതായത് ഒന്ന് ഞെക്കുക, രണ്ടാമത് ഞെക്കി പിടിക്കുക. അപ്പോഴാണ് ഇത് ഓണാവുള്ളൂ. ഓണായി കഴിയുമ്പോൾ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഗിംബലൊക്കെ അനങ്ങി ഒരു സൗണ്ടും കേൾക്കും. ഇത് ഓണായി കഴിയുമ്പോൾ ഇതിൻ്റെ എവിടെയൊക്കെ ലൈറ്റ് കത്താൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ മുകളിൽ ബാറ്ററി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 കട്ടയേ ഉള്ളൂ, 2.5 കട്ടയേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഡ്രോൺ ഓണായി. ഇനി നമുക്ക് RC ഓണാക്കാം. ഇനി RC ഓണായിക്കോ. RC എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോളർ കേട്ടോ. ഇതിലും അതേപോലെ തന്നെ ഒന്ന് ഞെക്കുക, ഒന്നുകൂടെ ഞെക്കുക, ഒന്ന് ഞെക്കുക, ഒന്നുകൂടെ ഞെക്കി പിടിക്കുക. ഇപ്പോൾ സൗണ്ട് കേൾക്കും, ഇത് ഓണാവും. ഇത് ഓണായി കഴിയുമ്പം ഇതിനകത്ത് നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് കണക്റ്റ് ആവും. അപ്പം ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് കുറേ കൺട്രോൾസ് ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഏറ്റവും ടോപ്പ്, അതിനകത്ത് GPS-ൻ്റെ സിഗ്നൽ കാണിക്കും. ഇപ്പോൾ 24, 25 എന്നൊക്കെ കാണുന്നില്ലേ, അതൊരു 14-ൻ്റെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് പൊന്തിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ, ബാറ്ററി എന്തായാലും നോക്കണം. അതിനകത്ത് ഇപ്പോൾ 55% ഉണ്ട്. RCൻ്റെ ചാർജർ കാണിക്കുന്നുണ്ട്. ചാർജറല്ല, ചാർജ് എത്ര ഉണ്ടെന്ന് ഇതാ മോളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിഗ്നൽ, RCൻ്റെ സിഗ്നൽ, അതായത് നമ്മുടെ RCയും ഈ ഡ്രോണും തമ്മിലുള്ള സിഗ്നൽ. ഇതിപ്പോൾ കുറേ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സിഗ്നൽ കുറഞ്ഞു വരും. അപ്പോൾ ഞാനിങ്ങോട്ട് തിരിച്ചു പിടിച്ചാന്ന് കുറയൂല, കുറേ ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറയും. പിന്നെ സാറ്റലൈറ്റ്, അതായത് GPS 32 ഉണ്ട്. അത് നല്ലൊരു സ്റ്റേബിൾ സംഭവമാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ടേക്ക് ഓഫ് പെർമിറ്റിൻ്റെ അവിടെ
കാണിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ഇപ്പം നോക്കിയിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളിത് ഇവളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നിലത്ത് വെച്ച് പറത്തുന്നു താത്തുന്നു, അതായത് ടേക്ക് ഓഫും ലാൻഡിങ്ങുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം നമ്മളിത് പൊന്തിക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നൊന്നും ഒരിക്കലും ട്രൈ ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മളൊരു നല്ലൊരു സർഫസ് കണ്ടുപിടിക്കണം. ഒരു ഫ്ലാറ്റ് സർഫസ് വേണം. അതായത് ഒരു മണ്ണിലൊന്നും വെച്ച് ഒരിക്കലും ഇത് പൊന്തിക്കരുത്. മണ്ണ് പിന്നെ പുല്ല് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വെച്ച് ഒരിക്കലും പൊന്തിക്കരുത്. ഫ്ലാറ്റായിട്ടുള്ള, അതായത് റോഡൊക്കെ അടിപൊളിയാണ്, ഇവിടെ നിന്നൊന്നും കുഴപ്പമില്ല. ഇവിടെ നമുക്കൊന്ന് പൊന്തിച്ച് നോക്കാം. പുല്ല് ഈ എന്തായിരുന്നു മണ്ണിൽ വെച്ച് പൊന്തിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത് കറങ്ങുമ്പം ഫുള്ള് പൊടി വന്നിട്ട് ഇതിനകത്തിട്ട് കയറിപ്പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതാണ് മെയിൻ പ്രശ്നം. പുല്ലിന്ന് പിന്നെ ഇത് തട്ടും സൈഡിൽ. എന്തായാലും ഞാൻ നിലത്ത് കൊണ്ട് വെച്ചോ, നല്ല സ്ഥലം നോക്കിയിട്ട് വെക്ക്. സൈഡിലോട്ട് വെക്കണ്ട, പുല്ലിൻ്റെ സൈഡിലോട്ട് വെക്കണ്ട, കുറച്ച് ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സൈഡിൽ കണ്ടോ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യ്, തൊട്. അപ്പം ടേക്ക് ഓഫ് കാണിക്കും. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇനി ആ ടേക്ക് ഓഫ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് പൊന്തും. പിടിച്ചേ, ഇവിടെ കണ്ടോ, അതൊരു ഈ ഒരു ഹൈറ്റിൽ വന്നിട്ട് ഇതിങ്ങനെ നിൽക്കും. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സറൗണ്ടിങ് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. മുകളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നു, മുകളിലൊന്നും ഉണ്ടാകാൻ പാടില്ല, അത് കുറച്ച് ദൂരെയാണ്. പിന്നെ മുകളിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി കുറച്ചൊന്ന് മുകളിലോട്ടാക്ക്. ഇതിൻ്റെ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഡയറക്ഷൻ, ലെഫ്റ്റിലോട്ട് പോകണോ റൈറ്റിലോട്ട് പോകണോ, ഇത് അപ്പ് ആൻഡ് ഡൗൺ. അപ്പം നീ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത്, കുറച്ചുകൂടെ അപ്പ് ചെയ്ത് ഓട്ടെ, അവിടെ നിർത്തിക്കോ. ഇത് കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് പൊന്തിച്ചേ. ഓക്കെ, മതി. ഇനി തിരിച്ചു കൊണ്ടുപോവാ. ആ മതി. ഇനി കുറച്ച് ബാക്കോട്ടാക്ക്. ബാക്കോട്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ കുറച്ചുകൂടെ പോവാ. മതി. ഇനി ഇതിനകത്ത് തന്നെ ലാൻഡ് ഉണ്ട്. നമ്മൾ നേരത്തെ ടേക്ക് ഓഫിന് കൊടുത്ത് അതേ സാധനം ക്ലിക്ക് ചെയ്യും. ഇനി ലാൻഡ് കൊടുക്കുക, ഞെക്കി പിടിക്കുക. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കും. ആ സംഭവം ആ ഒരു ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോയി അവിടെ പോയി ലാൻഡ് ചെയ്യും. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്തിരിക്കുന്നു. ഇനി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇനി സ്വന്തം ചെയ്യാൻ പോവാണ്. ടേക്ക് ഓഫ് ചെയ്തോ. ആ വണ്ടി വരുന്നുണ്ട്. വേണ്ട. അയ്യോ, ഞാൻ ഞെക്കി. നീ ലാൻഡ് കൊടുത്തോ. നോക്കത് ലാൻഡ് ചെയ്യുമ്പോൾ നോക്കണം അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. ഓക്കെ, നമ്മളപ്പോൾ ഈസി മെത്തേഡിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും പഠിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കയ്യിൽ വെച്ച് പൊന്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ടേക്ക് ഓഫ് കൊടുത്തിട്ട് ഞെക്കി പിടിച്ച് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പൊന്തിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് കയ്യിൽ നിന്ന് പൊന്തിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം.